പ്രിയമുള്ളവരെ, ഇത്തിരി വട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എൻ്റെ മനസ്സിൽ ഞായറാഴ്ചയായിട്ട് തോന്നിയ ഒരാശയം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ഈ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും വലിയ പ്രശ്നങ്ങളുടെയും ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നമ്മുടെ ഒരു ദിവസം എങ്ങനെ ആരംഭിക്കണം എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വിഷയം. നമ്മളൊരു ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ, നമ്മുടെ കിടക്കയിൽ നമ്മൾ ഉണരുമ്പോൾ, നമ്മുടെ വിശ്വസിക്കുന്ന ഏത് ദൈവത്തിലായാലും, ദൈവം അതുപോലെ അള്ളാഹു അല്ലെങ്കിൽ ഈശ്വരൻ ഏതായിരുന്നാലും നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. നമ്മൾ ഉണരുമ്പോൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ സർവശക്തിയെ ഒന്ന് സ്മരിച്ചുകൊണ്ട് നമ്മൾ കണ്ണ് തുറക്കുവാനായിട്ട് നമുക്കിടയായെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. പലരും ഉറങ്ങാൻ കിടന്നിട്ടുള്ള പലർക്കും രാവിലെ എഴുന്നേൽക്കുവാൻ കണ്ണ് തുറക്കുവാൻ കഴിയാതെ ഈ ലോകത്തിൽ കടന്നു പോയിട്ടുള്ള അനേക വാർത്തകൾ നമ്മൾ രാവിലെ ദിനംപ്രതി പത്രങ്ങളിൽ വായിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രഭാതത്തിൽ നമ്മുടെ കിടക്കയിൽ നമ്മൾ ഉറക്കം ഇട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആ സർവശക്തനായ ദൈവത്തെ ഒന്ന് വണങ്ങിയിട്ട് എഴുന്നേൽക്കുന്നതാണ് നമുക്ക് ആ ദിവസത്തിന് നല്ല ആരംഭത്തിന് ഇടയാകുന്നത്. പിന്നെ നമ്മൾ വരുന്നത് ഈ ലോകത്തിലെ പ്രശ്നങ്ങളിലേക്കാണ്. നമ്മൾ ഭൂമുഖത്തെ കതവ് തുറന്നിട്ട് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നമ്മൾ ആ പ്രകൃതിയെ ഒന്ന് കണ്ടിട്ട് നമുക്കത് കാണുവാൻ ഇടയാക്കിയ ദൈവത്തെ സ്തുതിച്ചിട്ട് ആ പ്രഭാത സൂര്യനെ ഒന്ന് കണ്ടിട്ട് അതുപോലെ തന്നെ ആ സസ്യജാലങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് നല്ല വായു ഏറ്റവും പ്രഭാതത്തിലാണ്, നേരം വെളുപ്പിലെയാണ് നമുക്ക് നല്ല ഓക്സിജൻ ഈ പ്രകൃതി തരുന്നത്. സസ്യങ്ങൾ ഒരു വിഷവുമില്ലാത്തതായ ഒരു ഓക്സിജൻ നമുക്ക് കിട്ടുന്നത്. ആ ഓക്സിജൻ ശ്വസിച്ചിട്ട് നമ്മളൊരു പ്രഭാതം ആരംഭിക്കുക, നമ്മുടെ ദൈവത്തോട് നന്ദി പറയുക, ഉണരുവാനായിട്ട് ഇടയാക്കിയല്ലോ എന്ന് പറയുക. എന്നിട്ട് നമ്മൾ ആ ദിവസം അവസാനിപ്പിക്കുന്നതും അതുപോലെ നമ്മുടെ കിടക്കയിൽ, കട്ടിലയിൽ, തറയിലാണെങ്കിൽ തറയിൽ, പായിലാണെങ്കിൽ പായിൽ നമ്മൾ ദൈവത്തെ സ്തുതിച്ചിട്ട് നമ്മുടെ ഇന്ന് പകൽ കാത്തുവാഴ്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ കിടക്കുക. സമാധാനമായിട്ട് ഉറങ്ങുവാനായിട്ട് ഇടയാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം വലിയ പ്രസിദ്ധമായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേൾക്കുവാനും കാണുവാനും കഴിയാത്ത വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അമ്പരപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ തുടക്കവും അതുപോലെ തന്നെ ഒരു ദിവസത്തെ ഒടുക്കവും നമ്മൾ ഒരുപോലെ ദൈവത്തെ വിളിച്ചിട്ട് നമ്മൾ തുടങ്ങണമേ, അവസാനിപ്പിക്കണമേ എന്ന് ഞാൻ എല്ലാവരോടും ഒന്ന് സ്നേഹത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച വരുന്നതാണ്.